ഈ വർഷത്തെ ഓണത്തിന് അത്തപ്പൂക്കം ഇടാനുള്ള ബന്ദി കൃഷി ഇട്ടേക്കുവാണ്. മണ്ട വെട്ടിക്കളഞ്ഞതാണ്. മണ്ട വെട്ടിക്കളഞ്ഞ് പൊട്ടിക്കളിച്ചിരിക്കുന്നതാണ്. ഒരു 10-25 ദിവസത്തിനുള്ളിൽ പൂ പിടിക്കും. അല്ലേ, ഇത്ര ഇങ്ങനെ കിടക്കുകയാണ്. മണ്ട വെട്ടി കുറേ ശിഖരങ്ങളായിട്ടുണ്ട്. ഒരു 1000-1200 മൂട് തൈകളുണ്ട് കേട്ടോ. 1200 മൂട് തൈകളുണ്ട് മൊത്തത്തിൽ. ഇതിൻ്റെ ഇത്രയും മണ്ട വെട്ടിക്കളയണം. ഇതിൻ്റെ മണ്ട വെട്ടിക്കളഞ്ഞിട്ടില്ല. അത് ഫസ്റ്റ് കേട്ടായിരുന്നു. ഇത് മണ്ട വെട്ടിക്കളയുള്ളതാണ്. ഇത് ഇത്രയും നമ്മളിന്ന് മണ്ട വെട്ടിക്കളയാൻ പോകുന്നതാണ്. ഇതിൻ്റെ മണ്ട വെട്ടിക്കളയുവാണിന്ന്. എല്ലാവരുടെ കൂട്ടി ഒരു 1200-1300 സംതിങ് അങ്ങോട്ട് കിടപ്പുണ്ട് ബന്ദികൾ. ചുമപ്പല്ല, ഓറഞ്ചും മഞ്ഞയാണ് ഇട്ടേക്കുന്ന മിക്സഡാണ്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ മണ്ട വെട്ടിക്കളഞ്ഞ തന്നെയാണിത്. ഇന്ന് മണ്ട വെട്ടിക്കളഞ്ഞത്. ഇന്ന് മണ്ട വെട്ടിക്കളഞ്ഞ ബന്ദികളാണ്. ഫസ്റ്റ് വളം ഇട്ടിട്ടുണ്ട്. മേളത്തെ ബന്ദിക്ക് 2 വട്ടം വളം ഇട്ടിട്ടുണ്ട്. അന്നേരം ഇതിൻ്റെ ഫസ്റ്റ് വളം കഴിഞ്ഞതുകൊണ്ട് ഇന്ന് മണ്ട വെട്ടി കളഞ്ഞിട്ട് നാളെ വളമിടും. രണ്ടാമത്തെ വളമിട്ട് എന്ത് പറഞ്ഞാലും ഒരു അടുത്ത മാസം ഒരു 10 ആകുമ്പോഴത്തേന് 10-20 ഒന്നോണം ആകുമ്പോഴത്തേക്കിന് എന്തായാലും പൂവൊക്കെ പിടിക്കും. എല്ലാത്തിൻ്റെ അതിന് മുമ്പേ ഇതിനകത്ത് പൂ പിടിക്കും. ഇതൊരു 1 ആകുമ്പോഴത്തേന് പൂ പിടിക്കത്തില്ല ഇതിനകത്ത്, ഈ ബന്ദിക്കകത്ത്. അതിൻ്റെ ഫുൾ അപ്ഡേറ്റ് ഇടാം. അന്നേരം പൂ പിടിക്കുന്നുണ്ട്. ഇനിയുള്ള അപ്ഡേറ്റ് ഫുള്ളും വീഡിയോക്കകത്തിടാം. ഈ ഒരു ലെവൽ വെച്ച് മണ്ട വെട്ടി കളഞ്ഞാൽ മതി. ഇവിടെ വെച്ച് മണ്ട ഇങ്ങനെ വെട്ടി കളയുക. ഓക്കെ. അപ്പോൾ ഇതൊക്കെ പലതിനും പല ഹൈറ്റിൽ കിടക്കുവാണ് കേട്ടോ. പലതും പല ഹൈറ്റിലാണ്. എന്നിട്ട് ഇത് നമുക്ക് ഈ മണ്ട വേണമെങ്കിൽ നമുക്കാണെങ്കിൽ വേറെ ഒരു ചെറിയ ചട്ടിക്കകത്ത് എന്തെങ്കിലും വെച്ചിട്ട് കിളിപ്പിക്കാൻ പറ്റും. വേരുത്ത് വെക്കാൻ പറ്റത്തില്ല. ഇച്ചിരി തണലെടുത്ത് വെച്ചിട്ട് വേര് പിടിപ്പിച്ചിട്ട് നമുക്ക് കൊണ്ട് നടാൻ പറ്റും. നട്ട് വേണമെങ്കിൽ കിളിപ്പിച്ച് ഇതിനകത്ത് പൂ പിടിക്കും. പിന്നെ ഇത് കറക്റ്റ് ടൈം എന്തെന്ന് നമുക്കറിയത്തില്ല. പൂ പിടിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ പിടിക്കുമോ ഇല്ലയോ നമുക്കറിയത്തില്ല അതിനെപ്പറ്റി. എന്തായാലും ഇതും ട്രൈ ചെയ്യുന്നുണ്ട്. ഇതും ട്രൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം മാറ്റിയിട്ട് മണ്ട വെട്ടിയതിൻ്റെ എല്ലാം മാറ്റിയിട്ടേക്കുക. അതുകൊണ്ട് ട്രൈ ചെയ്യാൻ വേണ്ടി മാറ്റിയിട്ടേക്കുവാണ്. അന്നേരം ഇത് മൊത്തം മണ്ട വെട്ടണം. എന്നിപ്പം മണ്ട വെട്ടാൻ പോവാം. കുറച്ച് വീഡിയോക്ക് ഇടാം, കുറച്ച് ഭാഗമൊക്കെ എടുത്തിടാം. ഓക്കെ. ഇങ്ങനെ എല്ലാം മണ്ട വെട്ടിയിടാം. നാളെ അന്നേരം വളമിടും. നമ്മുടെ വീഡിയോക്കകത്തിരുന്ന നമ്മുടെ യൂട്യൂബിനകത്ത് ഇടുന്ന ഫസ്റ്റ് വീഡിയോ ആയിരിക്കും ഇത്. അന്നേരം അതിൻ്റെതായ രീതിയിലൊക്കെ കാണത്തുള്ളൂ. അന്നേരം ആദ്യമായിട്ടാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് അന്നേരം അതിൻ്റെതായ ഒരു ക്വാളിറ്റിയെ കാണത്തുള്ളൂ സംസാരമൊക്കെ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ എല്ലാം മണ്ട വെട്ടിയതിൻ്റെ മണ്ടഭാഗമാണിത്. ബന്ദിയുടെ മണ്ട വെട്ടിയതിൻ്റെ മണ്ടഭാഗമാണ്. ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ചകിരിച്ചോറിട്ടിട്ട് നമ്മൾ ട്രേക്കകത്ത് വേറെ ഒടിപ്പിക്കാൻ വേണ്ടിയാണ്. വേറെ ഒടിപ്പിച്ചിട്ട് നട്ട് വെക്കാനാണ്. നട്ട് നോക്കിയിട്ട് ഇതിൻ്റെ കൂടെ ഇത് പൂ പിടിക്കുമല്ലോ എന്ന് അറിയത്തില്ല. എന്തായാലും നമുക്കൊന്ന് നോക്കാം. നോക്കാമെന്ന് കൂടെ പൂ പിടിക്കുമല്ലോ എന്നൊക്കെ നോക്കാം. ഇതിൻ്റെ ഇത്ര മണ്ട വെട്ടിയേണ്ടത് ഇനിയുണ്ട് സാധനം. നമ്മൾ വീട്ടിൽ കൊണ്ട് വെച്ച് നോക്കുക. ബാലൻസ് അല്ല. ഇത്ര മണ്ട വെട്ടിയതിൻ്റെ മണ്ടഭാഗം അവിടെ ഇരിപ്പുണ്ട്. എന്തായാലും നോക്കാം. ആദ്യമായിട്ടാണ് ബന്ദി കൃഷി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് കാര്യങ്ങളൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കൂടെ പൂ പിടിക്കില്ല എന്ന്. മണ്ടയുടെ വേര് ഒടിച്ചിട്ട് ഇതിൻ്റെ കൂടെ നട്ട് കഴിഞ്ഞാൽ കൂടെ പൂ പിടിക്കുമോ ഇല്ലയോ നോക്കാം. ഓക്കെ.